0. എന്റെ ടേൺ ഓവർ എത്രയാ? 0. എന്റെ ടീമിൽ 1000 പേരുണ്ട്, റീപർച്ചേസ് 1000 രൂപ. എന്റെ ടീമിൽ എത്ര പേരുണ്ട്? 1000 പേരുണ്ട്. റീപർച്ചേസ്, അതായത് കഴിഞ്ഞ മാസം ഉപ്പ് വാങ്ങി ഈ മാസം ഉപ്പ് വാങ്ങി, കഴിഞ്ഞ മാസം സോപ്പ് വാങ്ങി ഈ മാസം സോപ്പ് വാങ്ങി, കഴിഞ്ഞ മാസം പേസ്റ്റ് വാങ്ങി ഈ മാസം പേസ്റ്റ് വാങ്ങി, കഴിഞ്ഞ മാസം ഗോതമ്പൊടി വാങ്ങി ഈ മാസം ഗോതമ്പൊടി വാങ്ങി. 1000 രൂപയുടെ പർച്ചേസ്. കഴിഞ്ഞ മാസം ഉപ്പ് വാങ്ങി, ഈ മാസം വേണോ? വേണം. അപ്പൊ ഈ മാസം വീണ്ടും വാങ്ങി. മാർക്കറ്റിനേക്കാളും നല്ല സാധനം, വിലക്കുറവ്. ഞാൻ വാങ്ങി. 1000 പേർ 1000 രൂപയുടെ സാധനം. വാട്ട് ഈസ് മൈ റീപർച്ചേസ്? 10 ലക്ഷം. 10 lakhs. 10 ലക്ഷം. അതാണ് ഡയറക്ട് സെല്ലിംഗിന്റെ പവർ. പല കമ്പനികളിലും ഇന്ന് മാർക്കറ്റിലുള്ള പല കമ്പനികളുടെയും പ്രോഡക്റ്റ് റീപർച്ചേസിന് യോഗ്യമല്ല. റീപർച്ചേസിന് യോഗ്യമല്ല. കാരണം എന്താ? ഇതിൽ എന്തെങ്കിലും ഒന്ന് മിസ്സാവും. എസെൻഷ്യൽ ആയിരിക്കും. ചിലപ്പോൾ അവര് തരുന്നത് ചിലപ്പോൾ ടൂത്ത് പേസ്റ്റ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ അവര് തരുന്നത് ചിലപ്പം സോപ്പ് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ പേസ്റ്റോ സോപ്പോ ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ക്വാളിറ്റി ഉണ്ടാവാം. പക്ഷെ എന്തില്ല? റീസണബിൾ, ന്യായമായ വിലയല്ല, അന്യായമായ വില. ചില സ്ഥലത്ത് എസെൻഷ്യൽ അല്ല, മണി ചെയിൻ എന്നൊരു രൂപത്തിൽ അതിന്റെ മറവിൽ നടത്തുന്ന മണി ചെയിൻ ബിസിനസ്. നമുക്ക് ഒരു കണക്കിനും ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന കമ്പനികൾ പലതും മാർക്കറ്റിലുണ്ട്. അവര് നമ്മളോട് പറയാ, പ്രോഡക്റ്റ് എന്തിനാ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? വൈ ഡു യു ഫോക്കസ് പ്രൊഡക്ട്സ്? പ്രോഡക്റ്റ് വേണമെങ്കിൽ മാർക്കറ്റിൽ പോയാൽ കാർ കിട്ടുമോ? മാർക്കറ്റിൽ പോയാൽ വീട് വെക്കാൻ പറ്റുമോ? പറ്റില്ല. പ്രോഡക്റ്റ് നിങ്ങൾ എന്തിനാ നോക്കുന്നത്? പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക, ഇവിടെ നിങ്ങൾ പൈസ ഉണ്ടാക്കും. ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഇന്ന് ലക്ഷക്കണക്കിന് കമ്പനികൾ ഉണ്ടായിരുന്ന കമ്പനികളാണ് ഇന്ന് കാണാമറയത്തായി പോയത്. ഇന്ന് ആസ്യം അതിന്റെ ചിറകുകൾ വിരിച്ച് ഇന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ. ഇനി അങ്ങോട്ട് പറക്കോ? 25 വർഷം പിന്നിട്ട് നമുക്ക് 250 വർഷം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാനൊരു കീസോൾ കൈയടിയാ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്കൊരു ലോങ് ടേം പ്ലാൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഞാൻ റെഡ് മാർക്ക് ചെയ്തത്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ 2 പോയിന്റ് ആണ് ഞാൻ ഇവിടെ ബോർഡിൽ കാണിക്കുന്നത്. ആദ്യത്തത് റീപർച്ചേസ് ആണെങ്കിൽ രണ്ടാമത്തത് ഈസ് ലോങ് ടേം പ്ലാൻ. നമ്മൾ പറയാറുണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് ഫോർ ജനറേഷൻസ്. പറയാറുണ്ടോ? ഞാൻ ഇന്ന് ബിൽഡ് ചെയ്യുന്ന നെറ്റ്വർക്കിൽ കൂടി വരുമാനം എന്റെ മക്കൾക്ക് വാങ്ങാം. ഞാൻ ഇന്ന് ബിൽഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് വഴി ഞാൻ ഇന്ന് ബിൽഡ് ചെയ്യുന്ന ബിസിനസിന്റെ വരുമാനം എന്റെ മക്കൾക്ക് ഏറ്റെടുക്കാം. ഇത് മറ്റുള്ള പ്രൊഫഷൻസിനോ ജോലിക്കോ സാധിക്കില്ല. സാധിക്കോ? സുനിൽ സാർ സംസ്കൃതത്തിന്റെ മാഷാണ്. അദ്ദേഹത്തിന്റെ മകൻ വലുതായ സമയത്ത് സുനിൽ സാർ പറയാണ്, എടാ ഇനി നീ എന്റെ ജോലിക്ക് പോയിക്കോ എന്ന് പറയാൻ പറ്റുമോ? യെസ് ഓർ നോ? പറ്റില്ല. ഒരു ഡോക്ടർ, ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് ഹാർട്ടിന്റെ സർജറി ചെയ്യുന്ന ഡോക്ടർ, അദ്ദേഹത്തിന്റെ മകൻ ബോൺ കേസ് ഒന്നിനും കൊള്ളൂല, ക്ലാസ്സിൽ പോലും കയറൂല. ഡോക്ടർ റിട്ടയർ ആവുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന്, ഹാർട്ടിന്റെ സർജറി ചെയ്യുന്ന ഡോക്ടറാ. ഇനിയിപ്പോ അദ്ദേഹത്തിനെ കൊണ്ട് വയ്യ, കണ്ണ് കാണുന്നില്ല. ഹാർട്ട് മുറിക്കുന്നതിന് പകരം കിഡ്നിയൊക്കെയാ മുറിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, എന്നാ പിന്നെ എന്റെ പ്രൊഫഷൻ ഇനി നാളെ തൊട്ട് സർജറി മോനെ ചെയ്യ. എന്തെങ്കിലും കാരണവശാൽ അറിവ് കിട്ടിയാ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ പോകില്ല. പോകില്ല. ഇന്ന് അർജുൻ സാറൊക്കെ ഇരിക്കുന്ന നോക്ക്, എനിക്ക് തന്നെ അസൂയ വരും. അച്ഛൻ ഏറ്റെടുത്ത് ഡോക്ടർ രാജൻ സാർ പെട്ടതിന് ശേഷം പെട്ടെന്നാണ് മോൻ പെട്ടോ. ഞാനിവിടെ പറയുന്ന പെടല് രക്ഷപ്പെടല കേട്ടോ, രക്ഷപ്പെട്ടോ. എന്റെ മകൻ, അവൻ ഡൽഹിയിലായിരുന്നു, എന്തോ ഭക്ഷണമൊക്കെ കഴിച്ച് ഏതൊക്കെയോ സമയത്ത് വന്നു കയറുന്നു. ഞങ്ങളൊരു 10-15 ദിവസം അവന്റെ കൂടെ പോയി നിന്നു ഡൽഹിയിൽ. അന്ന് ഞാൻ തീരുമാനിച്ചു എന്റെ പണി മതി. അന്ന് ഞാൻ തീരുമാനിച്ചു, അവനോട് പറഞ്ഞില്ല എന്ന് മാത്രം. അവൻ എന്നോട് വിഷമം പറഞ്ഞു നീ വിട്ടിട്ട് പോരാൻ പറഞ്ഞു. 2 ലക്ഷത്തോളം വരുമാനം സാലറി ഉണ്ടായിരുന്നു അവനവിടെ. അവൻ ഇന്ന് RCM എന്റെ കൂടിയാണ്.
കഴിഞ്ഞ ഒരു 7 മാസത്തോളമായിട്ട് അവൻ്റെ കൂടെ ഉണ്ട്. 7-8 മാസമായിട്ടുണ്ട്. അതിന് മുമ്പ് അവൻ ഡൽഹിയിലായിരുന്നു. ഇന്നോട് വന്നു. ഇപ്പോൾ റോയൽറ്റി ചീറാണ്. മേ ബി അബൌട്ട് 25,000-30,000 ഒക്കെ കഷ്ടി അവന് വരുമാനം കാണുമായിരിക്കും. പക്ഷേ ഹി ഈസ് ഹാപ്പി. ഐ ആം മോർ ഹാപ്പി. റൈറ്റ്. ലോങ് ടേം പ്ലാൻ. ഇത് തലമുറകൾക്ക് കൊടുക്കുന്ന വരുമാനമാണ്. തലമുറകൾക്ക് നമുക്ക് കൈമാറണമെങ്കിൽ കമ്പനി സ്ട്രോങ് ആയിരിക്കണം. വേണോ? കമ്പനി സ്ട്രോങ് ആയിരിക്കണം. കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കമ്പനി ഇൻവെസ്റ്റ്മെന്റ്, ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. ആസ് എ ഡയറക്ട് സെല്ലർ, ആസ് എ കസ്റ്റമർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, എനിക്ക് ആ കമ്പനിയിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല. പല കമ്പനികളും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയാണ് സംസാരിക്കുക. നിങ്ങൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഇത്രയും റിട്ടേൺസ് തരാം, നിങ്ങൾ ഇത്ര ഇട്ടാൽ 10% മാസ റിട്ടേൺ, 20% മന്ത്ലി റിട്ടേൺ, 3 മന്ത്സിൽ ഡബിൾ, 4 മന്ത്സിൽ ഡബിൾ. പല കമ്പനികളും നമ്മളോട് സംസാരിക്കുക നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടാണ്. അവരൊരിക്കലും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പറയാറില്ല. ഇവിടെ RCM നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റാണ്. നമ്മളോട് കമ്പനി പറയാ നിങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ആരാ ഇൻവെസ്റ്റ് ചെയ്തത്? നമുക്ക് വേണ്ടിയിട്ട് ആര് ഇൻവെസ്റ്റ് ചെയ്തു? കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ അത്യാവശ്യം നിങ്ങളെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയാൽ മതി. 1000 രൂപയുടെ വേണമെങ്കിൽ 1000 രൂപ, 2000 വേണേ 2000, 5000 വേണേ 5000. നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ അടുത്തുള്ള വീട്ടുകാർക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മികച്ച രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് അവർക്കും കൂടി പ്രോഡക്റ്റ് കൊടുക്കാൻ വേണമെങ്കിൽ. നമ്മളോട് ആരോടും ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനി പറയുന്നില്ല. എന്നാൽ മറ്റ് പല അടഞ്ഞുപോയ കമ്പനികളും നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നവരെ കടച്ചുപോയി. കാരണം അവർക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? ആ കമ്പനികൾക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? നമ്മുടെ പണം. ആ നമ്മുടെ പണം അവർക്ക് കിട്ടിയപ്പോ അവര് കൂട്ടിപ്പോയി. ഈ കമ്പനിക്ക് നമ്മുടെ പണം വേണ്ട, അവർ ഇൻവെസ്റ്റ് ചെയ്തു, അതുകൊണ്ട് അവരവിടെ ഉണ്ടാവും. നമുക്ക് വേണേ വിട്ടിട്ട് പോവാം. ഹലോ, നമുക്ക് വേണമെങ്കിൽ വിട്ടിട്ട് പോകാം. കാരണം നമ്മളൊന്നും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. കമ്പനിയുടെ ഹെഡ് ഓഫീസ് ബിൽവാരയിലുണ്ട്, ഫാക്ടറികളുണ്ട്, സ്റ്റോക്ക് ഉണ്ട്, സപ്ലൈ ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, R&D ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ലബോറട്ടറീസ് ഉണ്ട്, സയന്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊന്നും നമുക്ക് പ്രോപ്പർ ഡയറക്റ്റ്ലി ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ഉണ്ടോ? നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. കമ്പനിയുടെ പാക്കിങ്ങിലോ, സപ്ലൈയിലോ, ടാക്സ് അടയ്ക്കുന്നതിലോ, ഗവൺമെന്റിന്റെ പോളിസി റെഗുലേഷൻ മാറ്റത്തിലോ ഒന്നിലും നമുക്ക് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. കമ്പനിയുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി മാനേജ്മെന്റിലോ ലേബറോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ അഥവാ എന്തെങ്കിലും സ്ട്രൈക്കോ സമരോ കാര്യങ്ങളോ വന്നാൽ അത് നമ്മൾ ഡീൽ ചെയ്യേണ്ട. നമുക്ക് എന്ത് ഡീൽ ചെയ്താൽ മതി? രാവിലെ എണീച്ച് പല്ല് തേക്കുക, RCMന്റെ പേസ്റ്റ് ഉപയോഗിക്കാം. അടുത്തുള്ള ആളുടെ വായ്നാറ്റുണ്ടെങ്കിൽ അയാൾക്ക് RCMന്റെ പേസ്റ്റ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ പണി. ഇതിന് വേണ്ടിയിട്ട് കരഞ്ഞിരിക്കുകയാണ് ആൾക്കാർ. എന്റെ അപ്ലൈ വരുന്നില്ല, എന്റെ അപ്ലൈ. അടുത്തുള്ള ആളെ വായനാട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കും പേസ്റ്റ്. അതിനെന്തിനാണ് അപ്ലൈ? അപ്ലൈനാണോ മാറിയത് നിങ്ങൾ കാണാം. ഹലോ, ആർക്കാണ് നാറ്റം വന്നത്? ആർക്കാണോ നാറ്റടിക്കുന്നത് അവര് കൊടുക്കണം. ഈ പേസ്റ്റ് ഉപയോഗിക്കും മാസ്റ്റർ പറയണം. അതിന് അപ്ലൈ വേണോ? എന്തിനാ വെറുതെ അയാളെ ബുദ്ധിമുട്ടിക്കുന്നത്? ആദ്യം തരുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാ? സോപ്പ്, പേസ്റ്റ്. കുളിക്കുന്ന ആളുകൾക്ക് സോപ്പ് കൊടുക്കുക. നിങ്ങളെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കൊടുക്കുക RCMന്റെ സോപ്പ്. അയാളോട് ചോദിക്കൂ എത്ര കാലമായി മറ്റ് സോപ്പുകൾ ഉപയോഗിക്കുന്നു, ജീവിതത്തിൽ വല്ല വ്യത്യാസം വന്നോ? ഞാൻ കണ്ടോ എത്ര സുന്ദരിയായി. ഇവിടെ എത്ര പേര് കയറി സ്റ്റേജിൽ പറഞ്ഞു ഞാൻ സുന്ദരിയായി, ഞാൻ സുന്ദരിയായി എന്ന് പറഞ്ഞില്ലേ? അതല്ലേ RCM. എത്ര സിമ്പിൾ കാര്യം. ഇതിനെ നമ്മളെല്ലാം കൂടി കുഴച്ച് ഈ ചക്കപ്പശ പോലെ. ചക്കപ്പശ കൈ കിട്ടി കഴിഞ്ഞാൽ ഈ കൈ നിന്ന് എടുക്കാൻ തോന്നുന്നു, അപ്പൊ ഈ കൈക്കും പറ്റും. എന്നാൽ ഈ കൈ രണ്ടും കൂടി ഒഴിവില്ലാത്തതുകൊണ്ട് കാലുകൊണ്ട് ചോട്ടോ, കാലിലോ. പിന്നെ അവസാനം നേത്തൊക്കെ തേക്കും. അവസാനം ഷർട്ടും പാന്റും ഒക്കെ കൂടി കുഴഞ്ഞ്. ഇങ്ങനെയാണ് പലരും RCM ചെയ്യുന്നത്, ചക്കപ്പശ പോലെ. എത്ര സിമ്പിൾ കാര്യല്ലേ? ആണല്ലോ. വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൂ, അതാണ് RCM. കൃഷിക്കാരൻ എന്ത് വേണം? കൊടുക്കൂ, നമ്മളെടുത്തില്ലേ? അത്രേ ഉള്ളൂ RCM. അതങ്ങോട്ട് എടുത്തു കൊടുക്കുക, ഇതേ ഉള്ളൂ പണി. ബാക്കി എല്ലാ പണി ആര് ചെയ്തോ? കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം.
90% പണിയും കമ്പനി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് സാധനം കൊണ്ടുവയ്ക്കുന്നത് വരെയുള്ള കാര്യം ആര് ചെയ്തു? കമ്പനി ചെയ്ത് കഴിഞ്ഞു. ഇനി ആ കിട്ടുന്ന സാധനം എടുത്തൊന്ന് തിന്നാ മതി. അതിന് അപ്ലൈനെ നോക്കിയിരിക്കുക. അതിന്റെ ഇടയിൽ ചില ആളുകൾ മറ്റുള്ള ആളുകളുടെ ചരണ്ടാനുണ്ട് ഇല്ലേ? മാന്തി എടുക്കാറില്ലേ? എടുക്കുക. ഒരിക്കലൊരു പണക്കാരൻ, അദ്ദേഹത്തിന്റെ വലിയ വണ്ടി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒന്നുകൂടി പറഞ്ഞ് ബോറടിപ്പിക്കാം. ഒരു പണക്കാരൻ ഒരു കാറിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ വലിയ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരിക. അപ്പൊ വഴിയരികിൽ കുറെ പാവപ്പെട്ട ഒരു പുല്ല് തിന്നുകൊണ്ടിരിക്കുക. പുല്ലിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അപ്പൊ പണക്കാരൻ അവിടെ നോക്കും, കുറെ ആൾക്കാർ പാവങ്ങൾ പുല്ല് തിന്നും. അദ്ദേഹം വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചോദിച്ചു, എന്താ മക്കളെ നിങ്ങളെല്ലാം പുല്ല് തിന്നുന്നത്? പറഞ്ഞു, എത്രയോ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാനുള്ള വരുമാനം ഇല്ല, അതുകൊണ്ട് ഞങ്ങളെ വിശപ്പടക്കാൻ വേണ്ടി പുല്ല് തിന്നാന്ന്. ആ അങ്ങനെയാണ് എല്ലാരും വണ്ടിയിലേക്ക് കയറും, വീട്ടിലേക്ക് പോകാം. അപ്പൊ അവരെല്ലാരും വണ്ടിയിൽ ചാടി കയറി. പറഞ്ഞു, എന്റെ അച്ഛനും അമ്മയും കൂടി വീട്ടിലുണ്ട്, അവരെ വിളിച്ചു വന്നു. എല്ലാരും വിളിച്ച് വണ്ടി കയറി. അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ പാവങ്ങൾ പറഞ്ഞു, നിങ്ങളെ മാതിരിയുള്ള നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ മാതിരിയുള്ള പാവപ്പെട്ടവർക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യം. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ വീട്ടിന് ചുറ്റും ഇതിനേക്കാളും വലിയ പുല്ല. നിങ്ങൾ വെറുതെ എന്തിനാ റോഡിൽ പൊടിയടിച്ചത് ഇവിടെ തിന്നുന്നത്? എന്റെ വീട്ടിന്റെ ചുറ്റുമുള്ള പുല്ല് അവിടെ തിന്നു, അത് വൃത്തിയാവുകയും ചെയ്യും, നിങ്ങളെ വിശപ്പ് മാറുകയും ചെയ്യും. ഇങ്ങനെ പല അപ്ലയൻസും പല ആളുകളുടെ നെറ്റിൽ നിന്ന ആളുകളെ കൊരണ്ടാനുമാണ്. ഇപ്പൊ ഉള്ള സ്ഥലത്ത് പുല്ല് തിന്നാൻ പ്രയാസമായതുകൊണ്ടാണല്ലോ അപ്ലൈൻ മാറണമെന്ന് പറയുന്നത്. അപ്പൊ പുതിയ സ്ഥലത്ത് പോയിട്ട് പുല്ല് തിന്നാം. എന്തായാലും നിങ്ങളെ കൊണ്ട് പുതിയ ആൾക്കാർ പുല്ല് തീറ്റിക്കും. അങ്ങനെ പുല്ല് തിന്നണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അപ്ലൈനെ മാറി മാറി പുതിയ പുതിയ മേഖലകളിലേക്ക് ചേക്കേറി പുതിയ പുതിയ പുല്ല് തിന്നാം. റൈറ്റ്. അപ്പൊ എന്തായാലും നമ്മളെ പെർഫോമൻസ് ആർസിമിൽ വളരെ സിമ്പിൾ ആണ്. അതിനെ ചക്കപ്പശ പോലെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എവിടെയാണോ നിങ്ങളുടെ ഐഡി അവിടെ പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. അതിനോടൊപ്പം അവരുടെ ലീഡറായി നിൽക്കുന്ന ആളുകളോടും കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ടീമിലെ എന്റെ ഭാര്യ എന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ തന്നെയായിരിക്കും. അപ്പൊ ഒരാൾ നമ്മുടെ ടീമിൽ വന്നാൽ അവര് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സർവീസും കൂടി കൊടുക്കാനുള്ള മാനസിക സ്ഥിതി അപ്ലൈൻസ് ഉണ്ടാവുകയാണ്. ഇനി അഥവാ നിങ്ങൾ അപ്ലൈൻ അതിന് വേണ്ട പ്രോപ്പർ സർവീസ് തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ പുതിയ മേഖലയിൽ പോയി പുല്ല് തിന്നണ്ട എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്നിട്ട് അവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ആരോ റെഡി? ഈ റെഡിയൊന്നും പോരാ, നമുക്ക് കേരളം മൊത്തം പിടിച്ചു കുലുക്കണ്ടെന്നാണ്. ആരോ റെഡി? അപ്പൊ നമ്മൾ റെഡിയായി. അപ്പൊ കമ്പനി നമ്മൾ പഠിച്ചു, നല്ല സാധനങ്ങള്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ റീപർച്ചേസ് ചെയ്യും. നമുക്ക് തലമുറകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് ആർസിമിൽ പ്രവർത്തിക്കാം. തലമുറകൾക്ക് വേണ്ടി ആർസിമിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ കമ്പനി മാത്രം നന്നായാ പോരാ, നമ്മളും നന്നാവണം. വേണോ വേണ്ടിയോ? നമ്മുടെ കൂടെ വന്ന ആൾക്കാർ നമ്മളെ വിട്ടു പോകാൻ പാടില്ല. നമ്മളൊരു മാഗ്നറ്റ് ആയിട്ട് മാറണം. നമ്മളിലേക്ക് വരുന്ന ആളുകള് നമ്മളുമായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല മനുഷ്യനായാൽ മതി. റൈറ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി റീപർച്ചേസ് വിത്തൗട്ട്